നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റർ ആയിരുന്നു. ഇനി ഇവിടെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഇതുവരെയുള്ള കഥാഗതി ഒന്ന് ചുരുക്കി പറയാം. പെലായോ അതുപോലെ തന്നെ എലിസൻഡ ഇവരുടെ വീടിന് തൊട്ടടുത്ത് ഒരു ദിവസം ഉച്ചനേരത്ത് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ചളിയിൽ പൂണ്ട് കിടക്കുകയായിരുന്നു. അടുത്തു പോയി നോക്കിയപ്പോഴാണ് ആ വൃദ്ധന് ചിറകുകളുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അയൽവാസിയായ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മാലാഖിയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏഞ്ചലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരുടെ കുട്ടിക്ക് അസുഖം ബാധിച്ചിരുന്നു. ആ കുട്ടിയെ സുഖപ്പെടുത്തിയത് ഈ ഒരു ഏഞ്ചലാണെന്നുള്ള വിശ്വാസം വന്നപ്പോൾ ദൂരദേശത്ത് അടക്കം ആളുകൾ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വരികയാണ് ഇവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവർക്കതൊരു വരുമാന മാർഗ്ഗമായിട്ട് കരുതുകയും വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കുകയായിരുന്നു. ഇനി നമുക്ക് ബാക്കി കഥയിലേക്ക് കടക്കാം. It so happened that during those days there arrived in the town a traveling show. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ദിവസങ്ങളിൽ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നിട്ടുള്ളത്. ട്രാവലിംഗ് ഷോ എന്ന് വെച്ചാൽ അവരിങ്ങനെ യാത്ര ചെയ്ത് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഷോയാണ്. ആ ഒരു ഷോ ഇവരുടെ ടൗണിൽ എത്തി. The main attraction was a woman who had been changed into a spider by the burst of a thunder and lightning. അപ്പോൾ ആ ഒരു ഷോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ആകർഷണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആ സ്ത്രീ ഒരു സ്പൈഡറായിട്ട്, ഒരു എട്ടുകാലിയായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ എട്ടുകാലിയായി മാറിയത്? ബൈ എ ബേസ്റ്റ്, ഒരു പൊട്ടിത്തെറി മൂലം അല്ലേ, ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. തണ്ടർ എന്ന് വെച്ചാൽ ഇടി, ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ മിന്നൽ. അപ്പോൾ ഇടിയും മിന്നലും മൂലം ഒരു പൊട്ടിത്തെറിയുന്ന ഒരു സ്ത്രീ ഒരു സ്പൈഡറായിട്ട്, ഒരു ചിലന്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. The admission fee to see her was less than the fee to see the angel. അപ്പോൾ നമ്മുടെ പെലായുടെ വീട്ടിലുള്ള ഏഞ്ചലിനേക്കാൾ പൈസ കുറവാണ്, അഡ്മിഷൻ ഫീസ് കുറവാണ് ഈ സ്ത്രീയെ കാണാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, ഈ പെലായുടെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം എല്ലാവരും ഈ പറയുന്ന ട്രാവലിംഗ് ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് എന്ന വാക്കിനർത്ഥം ഒഴുകുക എന്നാണ്. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹെർ. അപ്പോൾ ജനങ്ങൾ അവളെ കാണാൻ അവിടേക്ക് ഒഴുകിയെത്തി എന്ന് പറയണം. They were also permitted to ask her all manner of questions. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ അവളോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയിരുന്നു. എബൌട്ട് ഹെർ അബ്സേർഡ് സ്റ്റേറ്റ്, അവളുടെ ഈ ഒരു അസംബന്ധമായുള്ള രൂപമല്ലേ, ഒരു സ്പൈഡറിൻ്റെ രൂപം പ്രാപിച്ചിരിക്കുന്ന അവളോട് ഏത് തരത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അവിടെ എത്തുന്ന കാണികൾക്ക് അവകാശം ഉണ്ടായിരുന്നു പറയണം, അല്ലെങ്കിൽ അനുവാദം കൊടുത്തിരുന്നു പറയണം. The owners of the house had no reason to lament. ലമൻ എന്ന് വെച്ചാൽ വിലപിക്കുക. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥർക്ക് വിലപിക്കാൻ ഒരു കാരണവും ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള പെലായെ അതുപോലെ തന്നെ പെലായുടെ ഭാര്യയും കൂടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പണം കൊണ്ട് അവരെന്ത് ചെയ്യാണ്, നിർമ്മിച്ചു എ 2 story മാൻഷൻ. 2 story എന്ന് വെച്ചാൽ 2 നിലയുള്ള മാൻഷൻ, മാളിക ഉണ്ടാക്കുകയാണ്. വിത്ത് ബാൽക്കണിയുള്ള ആൻഡ് ഗാർഡൻസ്, പൂന്തോട്ടവും ബാൽക്കണിയൊക്കെ ഉള്ള 2 നില മാളിക അവർ ആ പണം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയണം. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ്. മാത്രമല്ല വലിയ ഉയരത്തിലുള്ള വലകൾ അവർ കെട്ടി. സോ ദാറ്റ് ആയതുകൊണ്ട് തന്നെ ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. മഞ്ഞുകാലത്ത് ഞണ്ടുകൾ വീട്ടിലേക്ക് അതിങ്ങനെ കയറി വരില്ല, അത് തടയിടാൻ വേണ്ടിയിട്ട് അവർ നെറ്റ് കൊണ്ട് ഉയരത്തിൽ കെട്ടിയെന്ന് പറയണം. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. പിന്നെ അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വലിയ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ജനവാലകളിൽ സ്ഥാപിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനി ഇതേപോലെ വല്ല മാലാഖമാരും അതിനുള്ളിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളും അവർ ആ വീട്ടിൽ ചെയ്തു എന്ന് പറയണം. പെലായോ ആൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബൈലീഫ് ഫോർ ഗുഡ്. പിന്നെ പെലായോ ഒരു റാബിറ്റ് വാരൻ എന്ന് വെച്ചാൽ മോലുകൾ ഇങ്ങനെ പാർക്കുന്ന മാളങ്ങളാണ്. അത്തരത്തിലുള്ള കുറേ മാളങ്ങൾ പെലായോ അവിടെ സെറ്റ് ചെയ്യാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു, ബെയിലീഫ് എന്ന് പറഞ്ഞത്. ശരിക്കും ബെയിലീഫ് എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ നടത്തിപ്പുകാരൻ, മേൽനോട്ടക്കാരെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിന് ബെയിലീഫ് എന്ന് പറഞ്ഞ ജോലിയൊക്കെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്, കാരണം അത്യാവശ്യം നല്ല പണം അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എലിസൻഡ ബ്രോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ്. അപ്പോൾ വലിയ ഈലുള്ള ഒരു തരത്തിലുള്ള ചെരുപ്പുകൾ ഈ എലിസൻഡ വാങ്ങിക്കുകയാണ്. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസൻ സിൽക്ക്. ഇറിഡിസൻ എന്ന് വെച്ചാൽ ബഹുവർണ്ണത്തിലുള്ള പല നിറത്തിലുള്ള സിൽക്ക് കൊണ്ടുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കുന്നുണ്ട്, ഹൈ ഹീലുള്ള ചെരുപ്പുകൾ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അവർ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ അവർ അത്യാവശ്യം അവരുടെ ജീവിതത്തിൽ അത് ചിലവഴിക്കാൻ തുടങ്ങിയെന്ന് പറയണം. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡിൻ റിസീവ് എനി അറ്റൻഷൻ. പക്ഷേ ഇവർക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ആ ഒരു ചിക്കൻ കൂപ്പില്ലേ, ആ ഒരു കോഴിക്കൂട്, അതിനെ മാത്രം അവർ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ദ ഡങ് ഹീപ്പ് സ്റ്റഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. അപ്പോൾ ഈ ഡങ് ഹീപ്പ്, അത് ഡങ് എന്ന് വെച്ചാൽ ചാണകം ഇങ്ങനെ
കുന്നുകൂടി കിടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റെഞ്ച്, അതിൻ്റെ നാറ്റം കൊണ്ട് ഫ്രം ദ കൂപ്പ്, ആ ഒരു കോഴിക്കൂട് എന്താണ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ, അല്ലേ? ആ പുതിയ വീട് ഒരു പഴയ വീട് പോലെ തന്നെ ആയി. കാരണം ആ ചാണകത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് പഴയ വീട് പോലെ തന്നെ ആയി എന്ന് പറയണം. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് they were careful that he did not get too close to the coop, but then they began to lose their fears and got used to the smell. അപ്പോൾ കുട്ടി ഇങ്ങനെ നടക്കാൻ പഠിച്ച സമയത്ത് തൊഴുത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പേരൻസ് ശ്രദ്ധിച്ചിരുന്നു ആദ്യമൊക്കെ. എന്നാൽ പിന്നീട് അവരുടെ ഭയമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ കുട്ടി പിന്നെ സ്ഥിരം പോകാൻ തുടങ്ങി. കുട്ടിക്ക് അതിനോട് ആ ഒരു ഗന്ധം ശീലമായി തുടങ്ങിയെന്ന് പറയണം. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഈ സെക്കൻഡ് ടീത്ത്, ആ കുട്ടിക്ക് തൻ്റെ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പായിട്ട് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കൂട്ടിനകത്തേക്ക് പോകാൻ തുടങ്ങി. എന്തിന്? ടു പ്ലേ, കളിക്കാനായിട്ട്. ആസ് ദ വയേഴ്സ് വേർ ഫാളിങ് അപ്പാർട്ട്, അവിടെ കുറേ കമ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീണുകൊണ്ട് തന്നെ കുട്ടിക്ക് സുഖമായിട്ട് അതിനകത്ത് കയറി പോകാൻ പറ്റി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ കുട്ടി സ്ഥിരമായിട്ട് ആ കോഴിക്കൂടിനകത്തേക്ക് പോവുക, അതിനകത്തുള്ള മാലാഖയുമായിട്ട് കളിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ കുട്ടിക്കും മാലാഖയ്ക്കും ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് പിടിപെടുകയാണ്. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടർക്ക് couldn't resist, എന്ത് കഴിഞ്ഞില്ല? the temptation to listen to the angel's heart. ആ ഒരു ഏഞ്ചലിനെ നോക്കുന്ന അവസ്ഥ ഡോക്ടർക്ക് ഉണ്ടായി. കാരണം അതിനെ ഒഴിവാക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആ ഡോക്ടർ കണ്ടെത്തുകയാണ്. he found so much whistling in the ഹാർട്ടിൽ നിന്ന് കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നിയിൽ നിന്നും കുറേ സൗണ്ടുകൾ വരുന്നുണ്ട്, ഹാർട്ടിൽ നിന്ന് കുറേ സൗണ്ടുകൾ വരുന്നുണ്ട്. ആ ഡോക്ടർ മനസ്സിലാക്കി. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ്, പക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സർപ്രൈസ്ഡ് ആക്കിയത് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്, എങ്ങനെയാണ് അയാൾക്ക് ആ ചിറകൾ ഉണ്ടായെന്നുള്ള ലോജിക്കിനെ പറ്റിയിട്ടാണ്. ദേ സീം ടു സോ നാച്ചുറൽ, കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നാച്ചുറലായിട്ട് തോന്നുന്ന ചിറകൾ. ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം, ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണ്, പക്ഷേ അയാൾക്ക് കൃത്യമായിട്ട് ചിറകുകൾ ഉണ്ടായിരുന്നു. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലായില്ല വൈ അതർ പീപ്പിൾ ഡിഡിൻ ഹാവ് ദം ടു, എന്താ മറ്റുള്ള ആളുകൾക്ക് ഇതേപോലെ ചിറകുകളില്ലാത്തതെന്നുള്ള ഇങ്ങനെ ആ ഡോക്ടർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. When the child began school, the sun and rain had caused the collapse of the chicken coop. അങ്ങനെ കുട്ടി സ്കൂളിൽ പോകാൻ ആരംഭിച്ച സമയത്ത് വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് ആ കോഴിക്കൂട് തകരാൻ തുടങ്ങിയെന്ന് പറയാണ്. The angel went dragging himself about here and there like a stray dying man. അപ്പോൾ ഏഞ്ചൽ എന്ത് ചെയ്തു? ആ തകർന്നു കിടക്കുന്ന ആ ചിക്കൻ കൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാൽ നടക്കുകയാണ്. ഇതുപോലെ സ്ട്രേ ഡൈയിങ് മാൻ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഡൈയിങ് മാനെ പോലെ ആ ഒരു ഏഞ്ചൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം താമസിക്കാനുള്ള ആ ഒരു ചിക്കൻ കൂപ്പൊക്കെ തകർന്നിരിക്കുകയാണ്. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഈ ഏഞ്ചലിനെ ഒരു സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ തുടങ്ങിയെന്ന് പറയണം. ഹി കുഡ് പേഴ്സണലി ഈറ്റ്, പിന്നീട് ഈ മാലായ്ക്ക് അധികം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി, പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടാൻ തുടങ്ങി, അല്ലേ? മൂടൽമഞ്ഞ് വരാൻ തുടങ്ങി. ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്, അപ്പോൾ കണ്ണിലൊക്കെ മൂടൽമഞ്ഞ് നിറഞ്ഞുകൊണ്ട് തന്നെ നടക്കുമ്പോൾ പോസ്റ്റുകളിലൊക്കെ തട്ടിയിടിക്കാൻ തുടങ്ങി. പെലേയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അപ്പോൾ പെലായ എന്ത് ചെയ്തു? ഈ മാലായ്ക്ക് കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് ഷെഡിൽ ഉറങ്ങാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്, പനിയുണ്ട് എന്ന് മനസ്സിലാക്കി. ദേ ബിക്കെയിം അലാംഡ്, അപ്പോൾ അവരാകെ പരിഭ്രാന്തരായി. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ, അപ്പോൾ അവർ വിചാരിച്ചു പ്രായം ചെന്ന മനുഷ്യൻ പനിച്ച് വിറച്ച് മരിച്ചു പോകുമെന്നുള്ള ഒരു പേടി അവർക്കുണ്ടായിരുന്നു. And yet he not only survived his worst winter but seemed improved with the first sunny days. എന്നിട്ട് മാലാഖ തൻ്റെ ആ ഒരു മോശം ശൈത്യകാലത്തെ അതിജീവിച്ചു എന്ന് മാത്രമല്ല, ആദ്യത്തെ വെയിൽ നിറഞ്ഞ ദിവസം തന്നെ നല്ല മെച്ചപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ നന്നായതായിട്ട് തോന്നുകയാണ്. He remained motionless for several days in the farthest corner of the courtyard. പിന്നെ മുറ്റത്തിൻ്റെ ഏറ്റവും ദൂരെയുള്ളൊരു മൂലയിൽ പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയായിരുന്നു ആ മാലാഖ ചെയ്തത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസംബർ, അങ്ങനെ ഡിസംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ സം ലാർജ് സ്റ്റിഫ് എന്ന് വെച്ചാൽ കടുപ്പമുള്ള, അല്ലേ, ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ആ പ്രായമായ മനുഷ്യൻ്റെ വിങ്സ് ചിറകുകളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തൂവലുകൾ ഇങ്ങനെ കിളിർക്കാൻ തുടങ്ങി. നല്ല കട്ടിയുള്ള കടുപ്പമുള്ള തൂവലുകൾ ഇങ്ങനെ കിളിർക്കാൻ തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രൗ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൂവലുകളൊക്കെ ഇങ്ങനെ നിറയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഏതുപോലെ തോന്നുകയാണ്? ഒരു സ്കെയർ ക്രൗ എന്ന് വെച്ചാൽ ഈ നോക്കുകുത്തിയെ പോലെ തോന്നിയെന്ന് പറയണം. വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഒനിയൻസ് ഫോർ ലഞ്ച് വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അങ്ങനെ ഒരു ദിവസം രാവിലെ എലിസൻഡ ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ ഉള്ളി നേരാക്കുന്ന സമയത്താണ് അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശുകയാണ്. ദെൻ ഷി വെന്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ എലിസൻഡ ജനവാലിൻ്റെ അടുത്തേക്ക്
റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ച, ഈ ഒരു മാലാഖ ഉണ്ട് ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കണം. These were so clumsy that he was on the point of knocking the shed down as he couldn't get up a grip on the air. അപ്പോൾ ഈ വൃദ്ധനായുള്ള മനുഷ്യൻ തൻ്റെ ചിറകുകൾ വീശി ഈ കാറ്റത്ത് മുകളിലോട്ട് പറക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ വായുവിൽ ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തട്ടി ഇങ്ങനെ താഴത്തേക്ക് വീഴാൻ ശ്രമിക്കുകയാണ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ എന്നാലും ഉയരത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയണം. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഇത് കണ്ടപ്പോൾ എലിസൻഡയ്ക്ക് ഭയങ്കര ആശ്വാസമായി. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. അല്ലേ, അയാൾക്കും ആശ്വാസമായി, അതുപോലെ എലിസൻഡയ്ക്കും ആശ്വാസമായി. വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അപ്പോൾ വീടുകളുടെ മുകളിലൂടെ വരെ പറന്നു പോകുന്നത് കാണുമ്പോൾ എലിസയ്ക്ക് ഭയങ്കര ആശ്വാസമായി. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ എ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. സെനൈൽ എന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള പ്രായധിക്യം മൂലമുള്ള ഒരു വൾച്ചർ, ഒരു കഴുകനെ പോലെ ആ ഒരു കാറ്റിനകത്ത് വളരെ റിസ്ക്കി ആയിട്ട് ഇങ്ങനെ അങ്ങനെ ആടി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ ആ പ്രായമായുള്ള മനുഷ്യന് പറ്റിയെന്ന് പറയണം. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. എലിസൻ്റെ ഉള്ളി മുറിച്ചെടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലും ഈ പ്രായമായുള്ള മനുഷ്യ പറന്നു പോകുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ്. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ? അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അല്ലേ, തനിക്ക് അയാളെ കാണാതിരിക്കാൻ പറ്റുന്ന അത്രയും സമയം വരെ ഈ പറയുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് നോ ലോങ്ങർ എൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി അവളുടെ ജീവിതത്തിലൊരു ശല്യമായിട്ട് അയാൾ ഉണ്ടാവില്ല. പകരം എന്താണ്? ബട്ട് എൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ. അല്ലേ, മറിച്ച് എന്താണ്? കടലിലെ ആ ഒരു ചക്രവാളത്തിലെ ഒരു സാങ്കല്പിക ബിന്ദു മാത്രമായിട്ട് ആ മനുഷ്യൻ മാറണം. കാരണം ഇങ്ങനെ ഒരു കുത്തു പോലെ ഇങ്ങനെ ആ ചക്രവാളത്തിലൂടെ ആകാശത്തിലൂടെ ഇങ്ങനെ ആ പ്രായം ചെന്ന ആ ഒരു ഏഞ്ചൽ മാലാഖ ഇങ്ങനെ പറന്ന് പോയി എന്ന് പറയണം. ഇനി അയാൾ ഇവരുടെ ജീവിതത്തിൽ ശല്യമല്ല, മറിച്ചൊരു പൊട്ട് മാത്രമായിട്ട്, ഒരു ബിന്ദു മാത്രമായിട്ട് മാറി എന്ന് പറയണം. അപ്പോൾ ഈ ഒരു കഥയ്ക്കകത്ത് റിയലിസ്റ്റിക്കായ കാര്യങ്ങളും അതുപോലെ തന്നെ ഇമാജിനറി ആയ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മാജിക്കൽ റിയലിസം എന്ന രീതിയിലാണ് ഈ ഒരു കഥ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എഴുതി വച്ചിട്ടുള്ളത്.